ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ പി കെ ഗോപൻ ഇവിടെ സ്കലിൻ പാറ്റ് എന്ന പ്രശ്നം പറഞ്ഞു. വിപ്ലാഷ് ഇസ് നോട്ട് ആൻ ഇഞ്ചുറി, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഷോക്ക് ടു എ മസിൽ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ. മലയാളം പടലുവെട്ടൽ എന്ന് പറയണം. പടൽ വെട്ടിയതാണെങ്കിലും കശേരികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മന്ത്രിയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് ഭേദമായി. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പക്ഷേ പി കെ ഗോപൻ അത് കഴിഞ്ഞ് പറഞ്ഞ മൊത്തം പാളി. തിരിച്ചും മറിച്ചും RPF-ഉം പോലീസും ഒക്കെ നോക്കി. എം വി ഗോവിന്ദനും AN ഷംസീറും പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിരിച്ച് പിഴിഞ്ഞ് കൈയൊടിച്ച ദൃശ്യങ്ങൾ എവിടെയുമില്ല. നാട്ടുകാർക്ക് മൊത്തം കാര്യങ്ങൾ മനസ്സിലായിട്ടും ഇനിയും അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കണോ ശ്രീ പി കെ ഗോപൻ? അത് ഉത്തരം പറ. അത് ഞാനിവിടെ കോൺഗ്രസിന്റെ പ്രതി ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അങ്ങ് ഇവിടെ നടത്തിയ ആമുഖ പ്രഭാഷണം ഉണ്ടല്ലോ, കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. കേരളത്തിലെ മാധ്യമ ലോകത്തിന് അപമാനമാണ്. അത് ആദ്യമേ പറയാതിരിക്കാൻ മാർഗമില്ല. അങ്ങയുടെ വാചകത്തിൽ പറഞ്ഞതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നാട്ടിലുള്ളവരെല്ലാം മൊണ്ണയല്ലെന്ന് പറയുന്ന വാചകം തന്നെയാണ് അതിന് പറ്റിയ മറുപടി. കേരളത്തിലുള്ളവരെല്ലാം മൊണ്ണകളല്ല, നിങ്ങളുടെ ചാനൽ ചർച്ച കേൾക്കുന്നവർ മൊണ്ണകളല്ല. ദയവായി ഇത്തരം പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നടത്തിയാണ് നല്ല മാധ്യമ പ്രവർത്തകരാവുക എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നത് നല്ലതാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, രാഷ്ട്രീയ പക്ഷപാതിത്വമാകാം, രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കലാകാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സഞ്ചരിക്കുന്നത് ഒരു മാധ്യമത്തിന് ഉചിതമല്ല. അത് പാർട്ടി ചാനലുകൾക്ക് പോലും ഉചിതമല്ല. അപ്പോൾ പിന്നെ 24-നെ പോലെ പാർട്ടി ചാനലാണെന്ന് സ്വയം പ്രഖ്യാപിക്കാത്ത ചാനലുകൾക്ക് തീരെ പറ്റുന്നതല്ല. ഇവിടെ അങ്ങ് നടത്തിയിട്ടുള്ള ആദ്യത്തെ വീണ ജോർജിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നടത്തിയ പ്രകടനമെല്ലാം എന്തൊക്കെയാണ്, എത്ര പരിഹാസ്യമായിട്ടാണ്. ആഞ്ജനേയ സ്വാമി, അങ്ങ് പറഞ്ഞത് മുഴുവൻ അവാസ്തവമാണ്. അങ്ങ് അവാസ്തവമല്ല പറയുന്നത്, ആക്ഷേപമാണ് പറഞ്ഞത് മുഴുവൻ. അങ്ങ് പറഞ്ഞത് മുഴുവൻ, അങ്ങ് ഇവിടെ പടക്കം പൊട്ടിച്ചത് മുഴുവൻ പരിഹാസമാണ്. സമീപനത്തോടുള്ള എന്റെ വിയോജിപ്പ് പറയാതെ ഈ ചർച്ചയിൽ എന്റെ ഒരൊറ്റ ഒരു അവാസ്തവം അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മുഖ്യമന്ത്രിയുടെ അനാരോഗ്യാവസ്ഥയോട് തികച്ചും എമ്പത്തിക്കലാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആരോഗ്യമന്ത്രിയുടെ ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞതിന് ശേഷം അങ്ങ് അതിനെ സംബന്ധിച്ച് നടത്തിയത് മുഴുവൻ ആക്ഷേപകരമാണ്. KK കുറിച്ച് പറഞ്ഞതുപോലും ഇത് ആക്ഷേപിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. കൈയൊടിഞ്ഞപ്പോൾ കൈയൊടിഞ്ഞിട്ടില്ല എന്ന് പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി നെഞ്ചു പൊട്ടി കിടന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ തൊലിക്കെട്ടിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ലോഹക്കൂടുണ്ട് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. അതിപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞ പോലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാരും പറയുകയില്ല. ഞാൻ പറഞ്ഞതിൽ അവാസ്തവമായി ഒന്നുമില്ല സിപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഇതിനെ അനുവാദരഹിതമായി പെരുപ്പിച്ച് കേരളത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഒരു നീക്കം നടന്നോ എന്നാണ് എന്റെ ചോദ്യം. അതിലേക്കൊക്കെ ഞാൻ വരാം. ഞാൻ പറഞ്ഞത് ഞാൻ അത് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുള്ളേ ഉള്ളൂ. പരിക്കിന്റെ കാര്യം നമുക്ക് രണ്ടാമത്. ഇവിടെ പരിക്കിന്റെ പരിഹാസമാണല്ലോ നടത്തിയത് മുഴുവൻ. നിങ്ങളുടെ ഇടയ്ക്കുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ വിശദീകരണമെല്ലാം പരിക്കിന്റെ പരിഹാസങ്ങളാണല്ലോ. അതൊക്കെ രണ്ടാമെടുക്കാം. നമുക്ക് പരിക്ക് അത്രമാത്രം ഉണ്ടെന്ന്. സംഭവിച്ചത് എന്താ അവിടെ? നിങ്ങൾ ഒരു ദൃശ്യവും ഇല്ല എന്ന് പറയും. എന്നിട്ട് പോലീസുകാരുടെ നടുവിൽ നടന്നതിന് അവിടെ ഡ്രോൺ ക്യാമറ ഇല്ല ദൃശ്യം എടുക്കാൻ. കാരണം അവർ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഓൺലൈൻ ചാനലുകളും പല മീഡിയകളും പുറത്തു കൊണ്ടുവന്നൊരു ദൃശ്യമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ അകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ഏരിയ ആണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞത് റെയിൽവേയുടെ ഒരു പ്രൊട്ടക്ഷൻ ഏരിയ ആണ് അവിടെ, അല്ലാതെ അത് പൊതുസ്ഥലമല്ല എന്നല്ല പറഞ്ഞത്. അവിടേക്ക് 2 പേർ ഒളിഞ്ഞും പാത്തും കിടക്കുന്ന മുഴുവൻ മീഡിയകളിലും നമ്മൾ കണ്ടതാണ്. ഒരു ചെറുപ്പക്കാർ, ഒരു വിദ്യാർത്ഥി കയ്യിൽ കരിങ്കൊടിയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ബാഗുണ്ട്. അയാൾ പാൻസി ഷർട്ടുമാണ്, മറ്റേ ആൾ മുണ്ട് ഷർട്ടുമാണ്. ഇവർ 2 പേരും കൂടി മന്ത്രി വന്നപ്പോൾ പോലീസ് അതിന്റെ പുറകിൽ പോകുന്നു. അവർക്ക് പോലും പ്രതീക്ഷയില്ലാത്തവണ്ണം ഇവർ നുഴഞ്ഞകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയതിൽ ഞാനിപ്പോ തരട്ടെ, ആ ദൃശ്യം ഞാനിപ്പോ തരട്ടെ, ആ ദൃശ്യം തരട്ടെ, ആ ദൃശ്യം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ഈ ചർച്ച തീരുന്ന അയച്ചു തരാം. കാത്തു നിൽക്കുന്നതും കേരളം കാണാൻ ദൃശ്യങ്ങളാണ്. അങ്ങ് അയച്ചു തരണം. അങ്ങ് എത്ര അയച്ചു തരണം. ഞാനത് അത് സംപ്രേഷണം ചെയ്യും, ഉറപ്പായും സംപ്രേഷണം ചെയ്യും. അത് അയച്ചു തന്നിട്ട്
അത് അയച്ചു തന്നിട്ട് ഇന്ന് ഞാൻ ഉറങ്ങൂ. എന്റെ പിന്നെ അല്ല ഉറങ്ങ അങ്ങനല്ല 8 മണിക്ക് മുമ്പ് എനിക്ക് അയച്ചു തരണം. കാര്യം അങ്ങനെ പക്കലുണ്ടെങ്കിൽ അതെനിക്ക് ചർച്ചയ്ക്കിടയിൽ തന്നെ കാണിക്കണം. അതെ, ഇവിടെ മന്ത്രിയുടെ കഴുത്തിന് പറ്റിയ പരിക്ക് നിങ്ങൾ പിരിച്ചൊടിച്ചതും വേറെന്തെങ്കിലും ചെയ്തതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല എം പി എന്ന് പറഞ്ഞാണ് പിടിച്ചോടിച്ചത്, സന്ദർഭത്തിൽ വേറെ ആരും പറഞ്ഞല്ല. സാറേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ല സത്യം വിശ്വസിക്കുന്നുണ്ടാവില്ലേ? ഇടലി വെട്ടൽ എന്നുള്ളത് നമ്മുടെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല ഇപ്പൊ എന്താ ചെയ്യുക? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അങ്ങ് ഈ പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞപ്പോ ഒരു വിഷമവും ഇല്ലാതെ കേട്ടോണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു അങ്ങയുടെ ഇൻട്രോ മാത്രം കേട്ടിട്ട് ഞങ്ങൾ ചോദിച്ചു ഈ നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണം. മണിക്കൂർ എടുത്ത് അങ്ങയുടെ ഇൻട്രോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷക്കാരെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അല്ലല്ല അങ്ങനെ പറയാതെ എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷക്കാരെയും മന്ത്രിയെയും പാർട്ടി സെക്രട്ടറി എല്ലാം 15 മിനിറ്റ് ആക്ഷേപിക്കാനുള്ള അങ്ങയുടെ സ്വാതന്ത്ര്യം മാത്രം ഞങ്ങൾ അനുവദിച്ചു തരാം. ബാക്കി ഒന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത്. ആ ഏർപ്പാട് വേണ്ട, പറഞ്ഞോളൂ. ആ ഏർപ്പാട് വേണ്ട. ഇതിനകത്തൊക്കെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ വന്നിരിക്കൂ, അല്ലെങ്കിൽ ഇരിക്കില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ അയച്ചു തരാം. അല്ല അത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കുന്നതിനാ. ഭയങ്കരം തന്നെ. ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നമാണ് അത്. അവിടെ വെയിൻ കട്ട് ചെയ്യുന്ന സിസർ അല്ല, ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പലരും ചേർന്നിട്ടാണ് സർജറി നടത്തുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ അതിലേക്ക് എത്തി. അതിലേക്ക് വരല്ലേ? എം സ്വരാജ് ന്യായീകരിച്ച പോലെ ഒരു കത്രിയോ മറ്റോ എന്തോ വയനാട്ടിൽ തുന്നിക്കെട്ടി എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ആ കത്രികയുടെ ചെറിയ നീളമൊന്നും പറയല്ലേ. ഒരു കത്രിക ഒരു വയറ്റിൽ വെച്ച് 5 വർഷക്കാലം ഒരു വീട്ടമ്മ നടന്നു. ആ വേദന മൊത്തം സഹിച്ചൊരു വീട്ടമ്മ നടന്നു. എന്നിട്ട് ആ കത്രിക പുറത്ത് നമ്മൾ കണ്ട ഈ നീളത്തുള്ള കത്രികയാണ് അത്. ശ്രീ ഹാഷ്മി, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയേക്കാം. നിങ്ങളുടെ ചർച്ച ബഹിഷ്കരിക്കൊന്നുമില്ല. അതല്ല എന്നെ പറയാൻ അനുവദിക്കത്തില്ലെങ്കിൽ തരാൻ പറ്റില്ല. താങ്കൾ എനിക്ക് അയച്ചു തന്നത് എന്താണ് ദൃശ്യങ്ങളല്ല, അതൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഈ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആഖ്യാനമാണ്. അകത്തേക്ക് കടന്നിട്ടുണ്ടാകാം, ആ വെള്ള പോലീസുകാരൻ മഫ്തി പോലീസുകാരനാകാം, മന്ത്രിക്കടുത്തേക്ക് എത്തിയിട്ടുണ്ടാകാം, ഇടിച്ചിട്ടുണ്ടാകാം തുടങ്ങിയ കഷ്ടപ്പെട്ട് ഒരു ക്യാപ്സൂൾ ചമയ്ക്കുന്ന മാധ്യമപ്രവർത്തകന്റെ ദൃശ്യങ്ങളാണ് അത്. പി കെ ഗോപൻ ഇനി ഈ പറയുന്നത് പോലെ ആകാം അല്ലാതാവാം എന്ന അസംഷൻസ് മുഖവിലേക്ക് എടുത്താൽ തന്നെ മന്ത്രിക്കടുത്തേക്ക് പോയി ആയുധം കൊണ്ട് കൊല്ലടാ എന്ന ആക്രോശത്തോടു കൂടി കഴുത്തിൽ ഈ പറഞ്ഞ ആയുധം വെച്ചു എന്നൊക്കെ പറഞ്ഞ FIR ഇത് എവിടെ നിൽക്കാനാണ്? ഈ സാധനം കൊണ്ട് പോയാ കോടതി 4 മടക്കി എടുത്തെറിയില്ലേ പി കെ ഗോപൻ? ശ്രീ ഹാഷ്മി, നിങ്ങൾ കൊടുക്കുന്ന വാർത്തയൊക്കെ കണ്ണാടിയിലൊന്ന് പിടിക്കുന്നതല്ലതാ. നിങ്ങളുടെ ഒരു ധാരണ നിങ്ങളാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമം എന്നൊക്കെയാണ്. നിങ്ങളത് മാത്രമല്ല, പല മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊന്നും വിശ്വാസ്യതയില്ലാത്തതാണ്. ഇവിടെ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, 2 പേര് വെയിറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞപ്പോ അങ്ങ് സമ്മതിച്ചില്ല. അതങ്ങ് സമ്മതിക്കുന്നുണ്ടോ? മന്ത്രിയെ കാത്ത് 2 പേര് പുറത്ത് കൊടിയായിട്ട് നിൽക്കുന്നു. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? അകത്തേക്ക് കയറുന്നത് കണ്ടല്ലോ. ഇതുവരെ നമ്മൾ കണ്ട ദൃശ്യങ്ങളെ അതിലുള്ളൂ. അകത്തേക്ക് മാധ്യമപ്രവർത്തകന്റെ വ്യഗ്രതയിൽ അയാൾ പറഞ്ഞ വ്യാഖ്യാനമാണ്. ഇത് കോടതി പോയ കോടതിയുടെ തോട്ടിക്കളയും പി കെ ഗോപൻ. അല്ല, അതിന്റെ വ്യാഖ്യാനം ഹാഷ്മിക്ക് മാത്രമല്ല നടത്താൻ അവകാശം ഞാൻ പറഞ്ഞേ. ഞാൻ അതിന്റെ വ്യാഖ്യാനം നടത്തുകയാണ്. നിങ്ങൾ അത് പ്രശ്നം. അവിടെ 2 പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സമരത്തിന്റെ ഭാഗമല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.